ഞാൻ എൻ്റെ വാട്സപ്പിൽ സെർച്ച് ബാറിൽ 3 കണ്ണുകളുടെ ഐക്കൺ സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ലോക്ക്ഡ് ചാറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിട്ട് അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഞാൻ കുറച്ച് പേരുടെ ചാറ്റ് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാധാരണയായിട്ട് നമ്മൾ വാട്സപ്പിനകത്ത് ആരുടെയെങ്കിലും ചാറ്റ് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മുകളിൽ തന്നെ വെണ്ടക്കാക്ഷരത്തിൽ എഴുതി കാണിക്കും ലോക്ക്ഡ് ചാറ്റ് എന്ന്. ഇതിൻ്റെ പ്രശ്നം എന്തെന്നാൽ നമ്മൾ ചിലപ്പോൾ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, നമുക്ക് വേണ്ടപ്പെട്ടവരുടെയൊക്കെ ചാറ്റ് മറ്റുള്ളവരെ കാണണ്ട എന്നുള്ളതിൽ ലോക്ക് ചെയ്തതായിരിക്കും. അപ്പോൾ അവർ തെറ്റിദ്ധരിക്കാൻ നമുക്കെന്തോ വലിയ രഹസ്യമുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ വാട്സപ്പ് ചാറ്റ് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന്. എന്നാൽ നമുക്ക് ഇത്തരത്തിൽ മുകളിൽ ലോക്ക്ഡ് ചാറ്റ് എന്ന് എഴുതി കാണിക്കാതെ തന്നെ വാട്സപ്പിൽ ചാറ്റുകൾ ലോക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ നേരത്തെ കാണിച്ചു തന്നതുപോലെ എന്തെങ്കിലും ഇമോജിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാക്കുകൾ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ലോക്ക് ചെയ്തവരുടെ ചാറ്റ് കാണിക്കുന്ന ഒരു ഓപ്ഷനും കൂടി വാട്സപ്പിനകത്തുണ്ട്. വാട്സപ്പിൽ ചാറ്റുകൾ എങ്ങനെയാണ് ലോക്ക് ചെയ്യുന്നത് എന്നറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് എങ്ങനെയാണ് ലോക്ക് ചെയ്യുന്നത് എന്ന് കാണിച്ചു കൊടുത്തതിന് ശേഷം ഇത്തരം ലോക്ക് ചാറ്റ് കാണിക്കാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം. നിങ്ങൾക്ക് ആരുടെ ചാറ്റാണോ ലോക്ക് ചെയ്യേണ്ടത് ജസ്റ്റ് അത് പ്രസ് ചെയ്ത് പിടിച്ചാൽ വലതുഭാഗത്ത് 3 ഡോട്ട്സ് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ ലോക്ക് ചാറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടും. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റോ പാറ്റേൺ ലോക്കോ കൊടുത്ത് ഓക്കെ കൊടുക്കുന്നതോടെ ചാറ്റ് ലോക്കാവും. പക്ഷേ ഇവിടെ പ്രശ്നം എന്തെന്നാൽ ഇവിടെ ലോക്ക്ഡ് ചാറ്റ് എന്ന് എഴുതി കാണിക്കും. ഇങ്ങനെ നമുക്ക് എത്ര പേരെ വേണമെങ്കിലും ലോക്ക് ചാറ്റിനകത്തേക്ക് കൊണ്ടിടാൻ സാധിക്കും. പക്ഷേ പ്രശ്നം ഇത് തന്നെയാണ്, മുകളിൽ ലോക്ക്ഡ് ചാറ്റ് എന്ന് എഴുതി കാണിക്കും. ഇനി ഇങ്ങനെ ലോക്ക്ഡ് ചാറ്റ് എന്ന് എഴുതി കാണിക്കാതിരിക്കാൻ ആദ്യം നിങ്ങൾ ഈ ലോക്ക്ഡ് ചാറ്റിൻ്റെ ഓപ്ഷനിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഫിംഗർ പ്രിൻറ്റോ പാറ്റേൺ ലോക്കോ കൊടുത്തിട്ട് ചാറ്റ് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ വലതുഭാഗത്തുള്ള 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചാറ്റ് ലോക്ക് സെറ്റിംഗ്സ് എന്ന് കാണാൻ സാധിക്കും. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഹൈഡ് ലോക്ക്ഡ് ചാറ്റ് എന്ന് പറയുന്നതിൻ്റെ ഒരു ബട്ടൺ ഉണ്ടാവും. ജസ്റ്റ് അത് ഓൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ താഴെ ക്രിയേറ്റ് സെക്യൂരിറ്റി കോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ സെക്യൂരിറ്റി കോഡ് കൊടുക്കേണ്ട ഓപ്ഷൻ കിട്ടും. നിങ്ങൾക്ക് പാസ്വേഡ് വേണോ, നമ്പർ ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ പേരുകൾ ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഇമോജികൾ ഞാൻ ഇൻട്രോയിൽ കാണിച്ചതുപോലെ ഇതുപോലെ എന്തെങ്കിലും ഐക്കണുകൾ കൊടുക്കാം. ഞാനിപ്പോൾ 3 കണ്ണുകളുടെ ഐക്കണാണ് കൊടുത്തത്. നിങ്ങൾക്ക് മറ്റുള്ളവരെ ടൈപ്പ് ചെയ്യാൻ സാധ്യതയില്ലാത്തത് കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുക. എന്നിട്ട് വീണ്ടും നിങ്ങൾ എന്താണ് സെക്യൂരിറ്റി കോഡ് കൊടുത്തത് അത് തന്നെ ആവർത്തിക്കാൻ ഞാനിപ്പോൾ കണ്ണ് തന്നെ കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുകയാണ്. ഇതോടെ എൻ്റെ ഫോണിൽ ഇതിൻ്റെ സെക്യൂരിറ്റി കോഡ് സെറ്റായി. ഇനി നിങ്ങൾക്ക് കാണാം എൻ്റെ ചാറ്റ് ലിസ്റ്റിൽ ലോക്ക്ഡ് ചാറ്റ് എന്ന് കാണുന്നില്ല. ഇനി എനിക്കത് കാണണമെങ്കിൽ ഞാൻ ആ കണ്ണിൻ്റെ ഐക്കൺ സെർച്ച് ബാറിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് ലോക്ക്ഡ് ചാറ്റിൻ്റെ ഓപ്ഷൻ വന്നു. അത് ഓപ്പൺ ചെയ്താൽ ഞാൻ ലോക്ക് ചെയ്ത ചാറ്റൊക്കെ എനിക്ക് കാണാനും സാധിക്കുന്നതാണ്. ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ സെക്യൂരിറ്റി കോഡ് നിങ്ങൾ മറന്നു പോവുകയാണെങ്കിൽ നമുക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ പറ്റും. അതിനായിട്ട് 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് പ്രൈവസി തിരഞ്ഞെടുക്കുക. എന്നിട്ട് നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്താൽ ചാറ്റ് ലോക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പാസ്വേഡ് റീസെറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ ഇതുപോലെ ലഭിക്കുന്നതാണ്. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ അൺബ്ലോക്ക് ആൻഡ് ക്ലിയർ എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടും. ജസ്റ്റ് അതിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നതോടെ നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റോ പാസ്വേഡ് കൊടുത്തിട്ട് അത് ക്ലിയർ ചെയ്യുക. അതോടെ നിങ്ങൾ കൊടുത്ത പാസ്വേഡ് റീസെറ്റ് ആവുകയും അവർ ചാറ്റ് ലിസ്റ്റിലേക്ക് തന്നെ തിരിച്ചു വരുമെങ്കിലും ചില സമയത്ത് അവരുമായിട്ടുള്ള ചാറ്റ് നഷ്ടപ്പെടുമെന്നേ ഉള്ളൂ. ഇനി നമുക്ക് പാസ്വേഡൊക്കെ അറിയാം. ലോക്ക്ഡ് ചാറ്റിനകത്ത് കൊടുത്തവരെ തിരിച്ച് നമ്മുടെ ചാറ്റ് ലിസ്റ്റിലേക്ക് തന്നെ തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പാസ്വേഡ് ഒന്നും റീസെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ലോക്ക്ഡ് ചാറ്റ് ഓപ്പൺ ചെയ്തിട്ട് ആരെയൊക്കെയാണ് പുറത്തേക്ക് കൊണ്ടുവരേണ്ടത് ജസ്റ്റ് മാർക്ക് ചെയ്ത് 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അൺബ്ലോക്ക് ചാറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടും. പിന്നെ നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റോ പാറ്റേൺ ലോക്കോ കൊടുത്തിട്ട് അവരെ തിരിച്ച് നമ്മുടെ ചാറ്റ് ലിസ്റ്റിലേക്ക് തന്നെ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും. ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ ടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.